മോഹൻലാലിൻ്റെ എക്കാലത്തെയും വലിയ ചിത്രമായ പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ ഓരോ ദിവസവും പുതിയ പുതിയ സർപ്രൈസുകൾ നൽകിക്കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ഇപ്പോൾ ഒരേ ഒരു സിനിമയെക്കുറിച്ച് മാത്രം, പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ. എവിടെ നോക്കിയാലും എമ്പുരാൻ തന്നെയാണ്. എമ്പുരാൻ്റെ പേരിലിപ്പോൾ ഈ സിനിമ മാത്രമല്ല, എമ്പുരാൻ്റെ പേരിൽ ഷർട്ടുകൾ ഇറങ്ങാൻ പോകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, പൃഥ്വിരാജ് ഒരു പുതിയ പരസ്യ സംവിധാനമാണ് എമ്പുരാനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മലയാള സിനിമയിൽ കുറേ കാലമായി കഥ പറയാറില്ല, കഥ കേൾക്കാൻ പറ്റില്ല, അഭിനേതാക്കളുടെ ഷർട്ടിൻ്റെ കളറ് പോലും പറയില്ല, കഥാപാത്രത്തിൻ്റെ പേര് പോലും, എന്തിന് സിനിമയുടെ പേര് പോലും പറയാത്തവരുണ്ടെന്ന് ആലോചിക്കണ്ടേ. അതൊക്കെ പറയുമ്പോൾ സിനിമയ്ക്ക് ദോഷം ചെയ്യുമ്പോൾ സിനിമ പൊട്ടിപ്പോകുന്നതൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ടോ എല്ലാം കാത്തു സൂക്ഷിച്ചിട്ട് പോലും 8 നിലയിൽ പൊട്ടിയ സിനിമകളുണ്ടെന്ന് ആലോചിക്കണം. അവിടെയാണ് ഇത്രയും കോടാനുകോടികൾ ചെലവഴിച്ച് തൻ്റെ തുരുപ്പ് ചീട്ടെന്ന് പറയാവുന്ന എമ്പുരാൻ പൃഥ്വിരാജ് ഓരോ ദിവസവും, അതായത് 36 പേരെക്കുറിച്ച്, കഥാപാത്രങ്ങളെക്കുറിച്ച് 36 സർപ്രൈസുകളാണ് പുറത്ത് വിട്ടുകൊടുക്കുന്നത്. ഇന്നുകൂടി ആകുമ്പോൾ 4 പേരെ പുറത്ത് വിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരൊക്കെ ലൂസിഫറിൽ വന്ന കഥാപാത്രങ്ങൾ ആലോചിക്കണം. ഇനിയിപ്പോൾ എമ്പുരാനിലെ കഥാപാത്രങ്ങളെ ആയിരിക്കും ഓരോന്നോരോ, അത് ഒരു ദിവസം 2 എണ്ണം വീതം. രാവിലെ 10 മണിക്ക് ഒരെണ്ണം, വൈകിട്ട് 6 മണിക്ക് ഒരെണ്ണം. ഇങ്ങനെ ഈ 2 സമയത്താണ് 2 പേരെ വെച്ചിട്ടാണ് അവർ ഈ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 1.5 മാസം ഇനിയുണ്ടെന്ന് ആലോചിക്കണം. ഈ 1.5 മാസത്തിന് എന്തെല്ലാം കാണാനും കേൾക്കാനും ഇരിക്കുന്നു ആലോചിക്കണം. ഇത് പൃഥ്വിരാജിൻ്റെ ബ്രെയിൻ തന്നെ, അത് യാതൊരു സംശയവുമില്ല. അഭിനന്ദിക്കാതെ വയ്യ. ഇങ്ങനെ അഭിനന്ദിക്കാതെ വയ്യ എന്ന് പറയാൻ കാരണം, മലയാള സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കൂടിയാണ് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ, ഞാൻ ഇന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പറയുന്നതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ വ്യത്യസ്ത രീതിയിലൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലല്ലോ. അന്ന് ഓരോ കഥാപാത്രങ്ങൾ, ഇന്ന കഥാപാത്രം പ്രൈം മിനിസ്റ്റർ അഭിനയിക്കുന്നു, ഇന്ന കഥാപാത്രം സുകുമാരൻ അഭിനയിക്കുന്നു, ഇന്ന കഥാപാത്രം ശ്രീവിദ്യ അഭിനയിക്കുന്നു, ഇന്ന കഥാപാത്രം സീമ, ഇങ്ങനെ ഓരോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടീനടന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നു ആലോചിക്കണം. അങ്ങനെ പറയുമ്പോൾ തന്നെ ആ സിനിമ കാണാൻ ജനം തടിച്ചു കൂടിയിരുന്നു ആലോചിക്കണം. ഇതിൻ്റെ ഏറ്റവും ഉദാഹരണം, മലയാള മനോരമയിലും മംഗളത്തിലും മുന്നിരുന്ന നോവലുകളുണ്ടെന്ന് ആലോചിക്കണം. ഈ നോവലുകൾ സിനിമയാക്കിയ കുറേ സംവിധായകരുണ്ടെന്ന് ആലോചിക്കണം. ആ നോവൽ അവർ സ്വീകരിച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം ഒരു സമ്മാനം പോലെ വിളിച്ചു, ഞങ്ങൾ ഈ നോവൽ എടുത്തിരിക്കുന്നു, ഈ നോവലിൽ ഇന്ന കഥാപാത്രം സണ്ണിച്ചായനായിട്ട് അഭിനയിക്കേണ്ട ആരാണ് അഭിനയിക്കേണ്ടത്, അല്ലെങ്കിൽ ശോശാമയായിട്ട് അഭിനയിക്കേണ്ടത് ആരാണ്, ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് അവർ ചോദിക്കും, ഏത് നടനും നടിയാണ് വേണ്ടത്. അങ്ങനെ ഒരു മത്സരങ്ങൾ നടത്തിയിരുന്നാലേക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് രഹസ്യങ്ങളൊന്നുമില്ല, അതൊരു പബ്ലിസിറ്റിയാണ് എന്നുള്ളതാണ്. ആ സ്ഥാനത്താണ് പിന്നെ തല ഡൈ ചെയ്യണ പോലും അറിയാൻ പാടില്ല, കഥ പറയാൻ പാടില്ല, വാചകം പറയാൻ പാടില്ല, ലൊക്കേഷൻ പറയാൻ പാടില്ല. എന്തിന്? ഒരുവിധം വലിയൊരു അന്ധവിശ്വാസത്തിൻ്റെ കേളിക്കൊട്ടിലായിരുന്നു എന്നാലോചിക്കണം മലയാള സിനിമയിലെ കുറച്ച് പേരെന്ന് ആലോചിക്കണം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതിലൊന്നുമല്ല കാര്യം. സിനിമ നന്നായാൽ ജനം കാണും, ഇടിച്ച് കയറും, പല പ്രാവശ്യം കാണും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇഷ്ടത്തിന് വിടുന്നു. ഒരു സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടാകാം, ഇഷ്ടപ്പെടാതിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ രുചി അനുസരിച്ചിരിക്കുന്ന ആലോചിക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുന്നുണ്ട്, വടക്കൻ മേഖലയിലുള്ള ആളുടെ ബിരിയാണികൾ, തലശ്ശേരി ഭാഗത്തെ ബിരിയാണി ഉണ്ട്, നമ്മുടെ തെക്കൻ ഭാഗത്തെ ബിരിയാണി, രണ്ടും 2 ടൈപ്പ് തന്നെയാണ്. വടക്കൻ ഭാഗത്തെ ആൾക്കാർ എന്ന പോലെ തന്നെയാണ് സിനിമ ഇഷ്ടപ്പെടുന്നവർ ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത്, ഇപ്പോൾ മോഹൻലാലായാലും ആശീർവാദിൻ്റെ ആൻ്റണി ആയാലും പൃഥ്വിരാജ് ആയാലും, ഇവരെ പറയുമ്പോൾ നമുക്ക് മുരളി ഗോപിയെക്കുറിച്ച് പറയാതെ പറ്റില്ല. ഇതിൻ്റെ എഴുത്തുകാരൻ മുരളി ഗോപിയാണെന്ന് ആലോചിക്കണം. അപ്പം അവരെല്ലാം കൂടിയിരുന്നു കൊണ്ടാണ് ഈ മാർക്കറ്റിംഗ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. ഈ മാർക്കറ്റിംഗ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അല്ല. നമ്മളിത് ഇപ്പോൾ 36 പേരെ അനുഭവങ്ങൾ വീഡിയോയിൽ കൂടി ഇടുമ്പോൾ അത് തീർന്നിട്ടില്ല. ഇതൊന്നും അല്ല. സംഭവങ്ങളിന് 1.5 മാസം കൊണ്ടത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ മാർച്ച് 27-ാം തീയതി ഇത് തിയേറ്ററായും ഒരു റിലീസ് ചെയ്ത് പണം വാരിക്കൂട്ടുമ്പോൾ വിഷുവിലേക്ക് പിന്നെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ മാക്സിമം പണം വാരിയെടുക്കുക, അഭിപ്രായം നേടിയെടുക്കുക.
അതിൻ്റെ അവസാനം മുമ്പ് ഞങ്ങൾ പറഞ്ഞതുപോലെ മൂന്നാം ഭാഗത്തിൻ്റെ പേര് അനൗൺസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ അവർ വളരെ ഹൈഡായിട്ട് വെച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ചോദിക്കും, ഇത് മാത്രമാണോ രഹസ്യം? അല്ല, ഒരു വമ്പൻ രഹസ്യം അവിടെ ഒളിഞ്ഞിരിക്കുന്നത് ആലോചിക്കണം. രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു വെച്ചാൽ അടുത്ത മൂന്നാം ഭാഗം വരികയാണെങ്കിൽ ആരൊക്കെയായിരിക്കണം? മോഹൻലാലല്ലേ പ്രാധാന്യമുണ്ട്, അപ്പോൾ ഇതിൽ പൃഥ്വിരാജ് ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ വേറെ ചോദിക്കും, മുരളി ഗോപി നല്ല നടനാണല്ലോ, ഇതിൽ മുരളി ഗോപിയുടെ ഒരു പ്രധാനപ്പെട്ട വില്ലൻ വേഷമായിരിക്കില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ സിനിമയെ നമ്മളിങ്ങനെ ത്രില്ലടിപ്പിച്ചു കൊണ്ട് പോവുകയാണെന്ന് ആലോചിക്കണം. അപ്പം അവർക്കൊരു നിർബന്ധമുണ്ട്, ഇനി മുതൽ മാർച്ച് 27 വരെ വേറൊരു സിനിമയെക്കുറിച്ചും പ്രേക്ഷകൻ ചിന്തിക്കാൻ പാടില്ല, വേറൊരു സിനിമയെക്കുറിച്ച് മലയാളി ചിന്തിക്കാൻ പാടില്ല, വേറൊരു സിനിമയെക്കുറിച്ച് പത്രമാധ്യമങ്ങൾ യൂട്യൂബർ അടക്കമുള്ളവർ ചിന്തിക്കാൻ പാടില്ല. എല്ലാം എമ്പുരാന് വേണ്ടി ആയിരിക്കണം, എമ്പുരാനെ കുറിച്ച് പറയണം. ആ രീതിയിലാണ് ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ സമുദ്രം പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത് ആലോചിക്കണം. അത്രയും വളർന്ന് കിടക്കുകയാണത്. അങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മൾ അതിൽ നിന്നാണ് മുത്തുകളും ചിപ്പികളും എല്ലാം വാരിക്കൂട്ടാൻ പോകുന്നത്. അത് കാഴ്ചക്കാരുടെ രീതി അനുസരിച്ചും ആസ്വാദന രീതി അനുസരിക്കും. എത്ര പ്രാവശ്യം കാണണമെന്നും നിങ്ങൾ വിചാരിക്കും. ആദ്യം നിങ്ങൾ തനിച്ച് കാണാൻ പോകണോ അതോ കുടുംബസമേതം പോകണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു. ഒരു കാര്യം മാത്രം, ഇത് ഏതായാലും മോശമായ ഒരു സിനിമ ആയിരിക്കില്ല ഒന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നതായിരിക്കണം. കാരണം ആദ്യത്തെ സിനിമ താൻ സംവിധാനത്തിൻ്റെ ശൈലി തുടങ്ങി വെച്ച പൃഥ്വിരാജല്ല ഇപ്പോൾ. പിന്നീട് അതിനുശേഷം 2 സിനിമകൾ ചെയ്തു എന്ന് ആലോചിക്കണല്ലേ. അതിൻ്റെ വേറെ സ്റ്റൈൽ ബ്രോഡാഡി ചെയ്തു. ബ്രോഡാഡി നിങ്ങൾ കണ്ടില്ലേ? അത് മറ്റേ ലൂസിഫറിൻ്റെ പോലെയുള്ള സിനിമയാണോ? എൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഓരോരു ഹ്യൂമർ ടച്ചിലൂടെ അതിമനോഹരമായി കഥ പറയാൻ തനിക്ക് കഴിയുമെന്നും പൃഥ്വിരാജ് തെളിയിച്ചു കഴിഞ്ഞു. അതിനുശേഷം വരുന്നൊരു സിനിമയാണ് എമ്പുരാൻ. അതായത് എക്കാലത്തെയും വലിയ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു വലിയ സിനിമയുടെ മുഖമായി മാറാൻ എമ്പുരാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് നിങ്ങൾ പറഞ്ഞ ഒരു രഹസ്യം എന്നുള്ളത്? ആ രഹസ്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെയാണത്. നമ്മൾ ഇനിയൊരു 18 ദിവസമുണ്ട്. 18 ദിവസം കൊണ്ട് 36 പേരുടെ വീഡിയോ നമ്മൾ പുറത്തു വിടുന്നു. ഞാൻ ഇന്ന റോൾ ചെയ്യുന്നു, ഞാൻ പറഞ്ഞിരിക്കുന്നു. അതെല്ലാം കഴിയാറാകുമ്പോൾ വേറെ സ്റ്റൈൽ. കാരണം ഞാൻ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടോ? മലയാള സിനിമയിൽ പുതിയ ട്രെൻഡാണെന്ന് ആലോചിക്കണത്. അപ്പോൾ ചോദിക്കും, പക്ഷേ മമ്മൂട്ടി സിനിമകളിൽ അത്രയും മനോഹരമായ പോസ്റ്ററൊന്നും ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ തന്നെ പോസ്റ്റർ നമ്മൾ കണ്ടു. അതിമനോഹരമായ പോസ്റ്ററുകളാണ് അവർ ഡിസൈൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഓരോന്നും എങ്ങനെ വേണം, ഒരെണ്ണം ആദ്യം ചെയ്യല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ. അത് വെറുതെ കണ്ട് കളയാനുള്ളതല്ല. ഇത് കണ്ട് ഓരോ സ്ട്രക്ചറിലും ഇതിലെന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണെന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, എമ്പുരാൻ 27-നാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരാഴ്ച തൊട്ട് മുൻപ് ഒരു പരീക്ഷണാർത്ഥം ലൂസിഫർ റിലീസ് ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലൂസിഫർ എന്തിനാണ് റിലീസ് ചെയ്ത്? കാശ് കിട്ടാൻ വേണ്ടി മാത്രമല്ല. ലൂസിഫർ കുറേ പേർ കണ്ടിട്ടുണ്ട്. ആ ലൂസിഫർ കണ്ട് ചൂടോടെ എമ്പുരാൻ കാണാൻ പോകുന്നു. അതിൻ്റെ സുഖം വേറെയല്ലേ? നമ്മൾ 4 തരം പ്രഥമനും പായസം എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വിളമ്പുമ്പോൾ അതിൽ കുറച്ച് 4ഉം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് നോക്കി. അങ്ങനെ ലൂസിഫർ വീണ്ടും കാശ് കിട്ടുന്നു. ലൂസിഫർ ചർച്ചാ വിഷയമാവുന്നു. ലൂസിഫറിൻ്റെ അവസാനം മോഹൻലാലിൻ്റെ കഥാപാത്രം എമ്പുരാനിലേക്ക് വേറെ വൃഷിയായിട്ട് വരാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ താല്പര്യമുണ്ടാകുന്നു, എനർജറ്റിക് ആയിരുന്നു. അങ്ങനെ എമ്പുരാനിലേക്ക് പ്രവേശിക്കുന്നു. ഇതിൽ പരം പബ്ലിസിറ്റി ഒരു സിനിമയ്ക്ക് കിട്ടാനുണ്ടോ? കാണുക.